നീ എൻ സ്വന്തം ഭാഗം 1. ഇനി എത്ര ദിവസം കൂടിയുണ്ട് ഇവിടുത്തെ ഷൂട്ടിംഗ്? ഇവിടെ ഇനി 4 ദിവസം കൂടിയേ പിന്നീട് കൊച്ചിയിലാണ്. ഇവിടുത്തെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല അല്ലേ? എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയാൽ മതിയെന്നാ ഒരാൾ പറഞ്ഞു. അവിടെയും ഇപ്പോൾ അവസ്ഥ ഇത് തന്നെയാ. ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അറിഞ്ഞത് അങ്ങനെയാ, മറ്റൊരാൾ പറഞ്ഞു. അതെ, ഇന്ന് ഔട്ട്ഡോർ അല്ലേ ഷൂട്ട്? അതെ, ഇന്ന് ഒരുപാട് സീനുകളൊന്നും ഇല്ല എന്നാ അറിഞ്ഞത്. ഒരു റൊമാൻറ്റിക് സീനാണ്, പിന്നെ പാട്ടിന്റെ സീനുകളാണ്, ഒരാൾ പറഞ്ഞു. അല്ല, അതിന് ശ്രീദേവ് സാർ വന്നോ? സാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ദയാ മേഡം വന്നോ? ഇല്ല, മേഡം എത്തിയിട്ടില്ലെന്നാ അറിഞ്ഞത്. പക്ഷെ ആള് മേക്കപ്പ് എല്ലാം കഴിഞ്ഞാ വരുന്നത് എന്ന് പറയുന്നത് കേട്ടു. ആ, അതായിരിക്കും വൈകുന്നതല്ലേ. എന്തായാലും നല്ല സിനിമയായിരിക്കും. ഇപ്പോൾ ശ്രീദേവ് സാർ എടുക്കുന്ന സിനിമകളെല്ലാം ഒത്തിരി ശ്രദ്ധിച്ചാണ് എടുക്കുന്നത്. എല്ലാം ഹിറ്റ് തന്നെയാ. അല്ലാതെ പിന്നെ ശ്രീദേവ് സാർ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നായകനാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഒരു സിനിമ തീരാതെ അടുത്ത സിനിമ എടുക്കില്ല. ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ 1 മാസം എന്തായാലും പുള്ളി ബ്രേക്ക് എടുത്തിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സിനിമ ചെയ്യൂ. സത്യം പറഞ്ഞാൽ സാറിന് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അറിയാലോ, സാറിന്റെ ഫാമിലിയെല്ലാം വളരെ റിച്ച് ഫാമിലിയാ. ശരിക്കും പറഞ്ഞാൽ സാറിന്റെ ഫാമിലി ഇവിടെയാണ്, ഈ ഹൈദരാബാദ്. സാറിന്റെ അച്ഛന്റെ വീട് ഹൈദരാബാദാണ്. ഇവിടുത്തെ ഏതോ രാജകുടുംബത്തിലെ അംഗമാണ് ശ്രീദേവ് സാറ് എന്നാ പറയുന്നത്. സാറിന്റെ അമ്മയാണ് തൃശ്ശൂറുള്ളത്. അമ്മ മലയാളിയാണ്. മാഡം എന്തോ ഒരു കോളേജ് അധ്യാപിക എന്തോ ആയിരുന്നു, ഇവിടെയായിരുന്നു. ശ്രീദേവ് സാറിന്റെ അച്ഛൻ അവരുടെ കോളേജിലെ അധ്യാപികയെ വന്ന അവരെ, അദ്ദേഹത്തിന്റെ പേര് ബാലചന്ദ്ര പ്രതാപ് എന്നാണ്, അവിടെ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു എന്നാ പറയുന്നത്. അവർക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട്, എന്തോ രത്നവ്യാപാരം വരെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരാൾ പറഞ്ഞു. അപ്പോ അതുകൊണ്ടാണോ സാറ് ഇവിടെ വന്നപ്പോൾ ഹോട്ടലിൽ റൂം എടുക്കാഞ്ഞത്? അതെ, സാറിന്റെ ഫാമിലി ഇവിടെയല്ലേ. സാറിന് ഇവിടെ വലിയ കൊട്ടാരം പോലത്തെ ഒരു വീടൊക്കെ ഉണ്ട്, അവിടെയാണ് സാറ് പോകുന്നത്. ഇവിടെ വന്നപ്പോൾ മുതൽ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. സാറ് ഒരാളേ ഉള്ളോ? അനിയനോ ചേട്ടനോ അങ്ങനെ ആരുമില്ലേ? ഉണ്ട്, ഒരു അനിയത്തിയുണ്ട്. ആ കുട്ടി ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്, നീ കണ്ടിട്ടില്ലേ? ഇല്ല, കണ്ടിട്ടില്ല. ആ, ഇടയ്ക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. നല്ല കുട്ടിയാണ് കേട്ടോ. കോളേജിൽ എന്തോ പഠിക്കുകയെന്ന് തോന്നുന്നു. പിന്നെ ഇവരൊക്കെ അങ്ങനെ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നവരല്ലേ. അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, വല്യച്ഛൻ, വല്യമ്മ, അങ്ങനെ പറഞ്ഞാൽ വലിയൊരു കൂട്ടുകുടുംബമാണ് എന്ന് കേട്ടിട്ടുണ്ട്. സാറ് നോർത്ത് ഇന്ത്യക്കാരനായതുകൊണ്ടേ ഒരു പ്രാവശ്യം ദീപാവലി സമയത്ത് സാറിൻ്റെ വീട്ടിൽ ഞങ്ങൾക്കെല്ലാവർക്കും ക്ഷണമുണ്ടായിരുന്നു. ദീപാവലി സെലിബ്രേഷൻ. ഒരു വർക്കിന് ഞാൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ വീടും മറ്റും കണ്ടിട്ടുണ്ട്. കാണണം, എന്തു വലിയ വീടാണെന്നറിയോ? വീടെന്നൊന്നും പറയാൻ പറ്റില്ല. നീ മൈസൂർ പാലസ് കണ്ടിട്ടുണ്ടോ? അതുപോലെ ഇരിക്കും. അതുകൊണ്ടാ പറഞ്ഞത് ഏതോ രാജകുടുംബത്തിലെ അംഗമാണെന്ന്, മറ്റൊരാൾ പറഞ്ഞു. അതെ, സംസാരിച്ച് നിൽക്കാതെ ഇങ്ങോട്ട് വാ, അവിടെ ലൈറ്റ് അറേഞ്ച് ചെയ്യാനുണ്ട്, ഒരാൾ പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ടുപോയി. ഇന്ന് റൊമാൻറ്റിക് സീനല്ലേ? അതെ, അതായത് നായകനും നായികയും ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്ന സീനാണ്. കോളേജിൽ നിന്നും കൂട്ടുകാരെല്ലാവരും കൂടി ടൂർ വരുമ്പോൾ ഇവിടെ വെച്ച് യാദൃച്ഛികമായി ശ്രീദേവ് സാറിനെ കണ്ടുമുട്ടുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ നായികയുടെ കൂടെ അഭിനയിക്കുന്ന കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് സിറ്റുവേഷൻ എന്ന്. അല്ല, ശ്രീദേവ് സാർ എത്തിയിട്ട് എവിടെ? സാറ് ക്യാരവാനിലുണ്ട്. പക്ഷേ ദയാ മേഡം എത്തിയിട്ടില്ലല്ലോ. മേഡം എത്തും, മേഡം റൂമിൽ നിന്നും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അസിസ്റ്റന്റ് ഡയറക്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോഴേക്കും സെറ്റെല്ലാം റെഡിയാക്കിയിരുന്നു. അല്പസമയം കഴിഞ്ഞതും ഒരു വലിയ കാറ് അവിടെ വന്നു. അതിൽ നിന്നും ഒരു മോഡേൺ വസ്ത്രധാരിയായ ഒരു പെൺകുട്ടി ഇറങ്ങി. അവരുടെ പുറകെ കുടയും പിടിച്ച് മറ്റൊരു സ്ത്രീയും കൂടെ വേറൊരു പുരുഷനും ഇറങ്ങി. ദയാ മേഡം എത്തി, അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞതും എന്നാൽ പിന്നെ ശ്രീദേവ് സാറിനെ കൂടി വിളിച്ചോളൂ എന്ന് ഡയറക്ടർ പറഞ്ഞതും അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീദേവിനെ വിളിക്കാനായി പോയി. മേഡം, ഫോൺ എന്ന് പറഞ്ഞ് ദയയുടെ അടുത്തേക്ക് കൂടെയുള്ള സ്ത്രീ ഫോൺ നീട്ടിയതും, എൻ്റെ ദക്ഷ, നീ ഇത് എവിടെയായിരുന്നു? എത്ര നേരമായി ഞാൻ നിനക്ക് വേണ്ടി ഹോട്ടലിൽ വെയിറ്റ് ചെയ്ത് എന്നറിയോ? ഇപ്പോൾ ഞാൻ ലൊക്കേഷനിലേക്ക് എത്തിയത്. നീ കാരണം ഞാൻ വൈകിയേ എത്തിയത്. നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. എൻ്റെ പൊന്നു ചേച്ചി, ചേച്ചിക്ക് അറിയില്ലേ ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക്? എത്ര സമയം എന്നറിയോ ഞാൻ ബ്ലോക്കിൽ കിടക്കുന്നത്? ചേച്ചി, എന്നിട്ട് ലൊക്കേഷനിലേക്ക് പോയോ? മറുഭാഗത്തു നിന്നും ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ എത്ര നേരം എന്ന് വെച്ചാൽ ഞാൻ ഇവരെ കാത്തു നിർത്തുന്നത്. അതുമാത്രമല്ല, ശ്രീദേവ് സാർ നേരത്തെ എത്തി റെഡിയായി നിൽക്കുകയാണ്. ഇനി ഞാൻ വൈകിയാലേ ശരിയാകില്ല എന്ന് തോന്നിയത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഒരു കാര്യം ചെയ്, നീ ഇങ്ങോട്ട് പോരെ, ഇവിടെ വെച്ച് കാണാം. എൻ്റെ ചേച്ചി,
ചേച്ചിക്ക് അറിയാലോ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ലൊക്കേഷനിലേക്ക് വരുന്നത്. എൻ്റെ പൊന്നു ദക്ഷക്കുട്ടിയല്ലേ, എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്. നമ്മൾ എന്നും വീഡിയോ കോളിൽ സംസാരിക്കാറുണ്ടല്ലോ, പിന്നെന്താ ഇപ്പൊ അങ്ങനെയാണോ? നീ ഇവിടെയുണ്ട്, ഞാൻ നിന്റെ തൊട്ടടുത്തുണ്ട്, പിന്നെന്താ കുഴപ്പം? അല്ലെങ്കിൽ ഞാൻ നിന്റെ ചേച്ചിയാണെന്ന് പറയാനുള്ള നാണക്കേട് കൊണ്ടാണോ? ദയ ചോദിച്ചു. ദേ ചേച്ചി, ഞാൻ എല്ലാവരും ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഫേമസ് ആക്ടർ ദയാ വേണുഗോപാലിന്റെ അനിയത്തിയാണെന്ന് ഇവിടെ ആർക്കും അറിയില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ അറിയാവുന്ന കുറച്ചു പേരെ കൊണ്ട് തന്നെ ഞാൻ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാം കൂടി എന്നെ വളഞ്ഞിരിക്കുകയാണ്. ചേച്ചിയെ കാണാൻ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്തേ? ദയ ചിരിയോടെ ചോദിച്ചു. ചേച്ചി, ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങൾ വന്നോട്ടെ ചേച്ചി ലൊക്കേഷനിലേക്ക്. ചേച്ചിയെ കാണാൻ പറ്റുമോ? അതിനെന്താ, നിങ്ങൾ ഇങ്ങോട്ട് പോര്. അതിന് ഈ പെണ്ണ് സമ്മതിക്കുന്നില്ല ചേച്ചി. ഈ പെണ്ണ് ലൊക്കേഷനിലേക്കൊന്നും പോകാൻ പറ്റില്ല, ചേച്ചി റൂമിലേക്ക് വരുമ്പോൾ കാണാം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ചേച്ചിനെ ലൊക്കേഷനിൽ വന്ന് കാണണമെന്നുണ്ട്. ശ്രീദേവ് സാറും ചേച്ചിയും ഒരുമിച്ച് അഭിനയിക്കുന്നതാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അതൊന്ന് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവളോടൊന്ന് പറയ് ചേച്ചി, ഞങ്ങളെ കൊണ്ടുവരാൻ. അവിടെ നിന്നും ദക്ഷിണയുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇത് ശ്രീകുട്ടിയാണോ? അല്ല ചേച്ചി, ഞാനിവിടെയുണ്ട്. എനിക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും കാണാലോ. ഇത് നമ്മുടെ കോഴിക്കോടും പാലക്കാടും ഉള്ള ടീമുകളാണ്, ശ്രീകുട്ടി പറഞ്ഞു. അതെയോ? അപ്പോൾ ദക്ഷയുടെ പുതിയ കൂട്ടുകാരാണോ? ആ ചേച്ചി, എൻ്റെ പേര് സാരംഗി. ഞാൻ ശ്രാവണ. ചേച്ചി, ഞാൻ ഭാനുപ്രിയ. ഇനിയിപ്പോൾ വെക്കേഷനല്ലേ ചേച്ചി, ഇനി ഇവിടുത്തെ ഷൂട്ടിങ് കഴിഞ്ഞ് ചേച്ചി പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഇവളോട് കാണാൻ പോകാമെന്ന് പറയുന്നത്, ഭാനുപ്രിയ പറഞ്ഞു. ദക്ഷ, നീ ഇങ്ങോട്ട് വാ, അവർക്ക് കാണണമെന്ന് പറഞ്ഞിട്ടല്ലേ, നീ ഇങ്ങനെ ജാട കാണിക്കല്ലേ, ദക്ഷയോട് ദയ പറഞ്ഞു. അത് ശരിയാ, ചേച്ചിക്കില്ലാത്ത ജാടയാ ഇവൾക്ക്, ശ്രീകുട്ടി പറഞ്ഞു. ശ്രീകുട്ടി, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ എന്ന് ദക്ഷ പറയുന്നുണ്ട്. ശരി ശരി, കിടന്ന് കരയണ്ട, നമുക്ക് പോകാം. ചേച്ചി എവിടെയാ ഷൂട്ടിംഗ്? നിനക്കറിയാലോ, ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ റാമോജി ഫിലിം സിറ്റിയിൽ. ഇന്ത്യയിലെ ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംയോജിത ഫിലിം സ്റ്റുഡിയോ സൗകര്യമാണ് റാമോജി ഫിലിം സിറ്റി. 2000 ഏക്കറിൽ 810 ഹെക്ടർ വ്യാപിച്ച് കിടക്കുന്ന ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ സമുച്ചയമായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. തെലുങ്ക് മാധ്യമ ഉടമ റാമോജി റാവു സ്ഥാപിച്ച ഇതിനെ ദി ഗാർഡിയൻ ഒരു നഗരത്തിനുള്ളിലെ നഗരം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ചലച്ചിത്ര നിർമ്മാണത്തിനുള്ള ഒരു പ്രധാന കേന്ദ്രമായി പ്രവർത്തിക്കുന്നതിന് പുറമെ പ്രകൃതി ദൃശ്യങ്ങൾ, കൃത്രിമ സെറ്റുകൾ, ഒരു അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയുടെ ഒരു മിശ്രിതവും ഉൾക്കൊള്ളുന്ന ഒരു ജനപ്രിയ തീമാറ്റിക് അവധിക്കാല കേന്ദ്രമാണ് റാമോജി ഫിലിം സിറ്റി. വിവിധ ചലച്ചിത്ര നിർമ്മാണ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വൈവിധ്യമാർന്ന സെറ്റുകളും നിർമ്മാണ സൗകര്യങ്ങളും ഫിലിം സിറ്റിയിൽ ഉൾപ്പെടുന്നു. വനങ്ങൾ, പൂന്തോട്ടങ്ങൾ, മാളികകൾ, അപ്പാർട്ട്മെന്റ് ബ്ലോക്കുകൾ, ഹോട്ടലുകൾ, ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു വിമാനത്താവളം തുടങ്ങി സ്ഥിരം സെറ്റുകളുടെ ഇൻഡോർ ചിത്രീകരണത്തിനായി 47 ശബ്ദഘട്ടങ്ങളും ഈ സെറ്റിൽ ഉൾപ്പെടുന്നു. ഫിലിം ക്രൂവിനെ പിന്തുണയ്ക്കുന്നതിനായി ഒരു കേന്ദ്ര അടുക്കളയും അധിക അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉൾപ്പെടുന്നു. 6 ഹോട്ടലുള്ള ഈ സൗകര്യത്തിൽ വിൻറ്റേജ് ബസ്സുകളും എയർ കണ്ടീഷൻ ചെയ്ത കോച്ചുകളും വഴി ആഭ്യന്തര ഗതാഗതം നൽകുന്നു. ഏകദേശം 1200 സ്റ്റാഫ് അംഗങ്ങളും 8000 ഏജന്റുമാരും ജോലി ചെയ്യുന്ന റാമോജി ഫിലിം സിറ്റി വിവിധ ഇന്ത്യൻ ഭാഷകളിലായി പ്രതിവർഷം 400-500 ചലച്ചിത്ര നിർമ്മാണങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നു. ഒരേ സമയം 15 ചിത്രീകരണങ്ങൾ വരെ ഇവിടെ നടത്താനാകും. ശരി ചേച്ചി, ഞങ്ങൾ എത്തിക്കോളാം എന്ന് പറഞ്ഞ് ദക്ഷിണ ഫോൺ വെച്ചു. നിങ്ങൾ കാരണമാണ് ഞാനീ പോകുന്നത്, ലൊക്കേഷനിൽ പോകാൻ എനിക്ക് ഇഷ്ടമല്ല, ദക്ഷിണ പറഞ്ഞു. ഇങ്ങനൊരു സാധാരണ ചേച്ചി ഇത്രയും വലിയ ഒരു സിനിമാ നടിയാണെന്ന് പറഞ്ഞ് നടക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇവളെന്താ ഇങ്ങനെയൊക്കെ? അതൊന്നും അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. ചേച്ചി കാരണം തന്നെ ഞങ്ങൾക്ക് പുറത്തേക്കിറങ്ങാൻ ഒരുമിച്ച് പറ്റിയിട്ടില്ല. ഫാമിലിയായിട്ട് ഒരുമിച്ച് പോകുന്നത് വിദേശത്തായിരിക്കും. ഇവിടെ എങ്ങാനും ചേച്ചിയും ഞങ്ങളുടെ കൂടെ വന്നാൽ തീർന്നു. അതുകൊണ്ട് ഞാനും അച്ഛനും അമ്മയും മാത്രമാണ് മിക്കപ്പോഴും പുറത്തേക്ക് പോകുന്നത്. ഇനി ചേച്ചി വരികയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആരെങ്കിലും കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ദേഷ്യമാണ്. ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ചേച്ചിയെ കാണാമെന്നും ഒന്ന് കറങ്ങാൻ പോകാനൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും പോകണമെന്ന് തോന്നി. പക്ഷേ ഇവിടെയും ചേച്ചിനെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം. അതുമാത്രമാണ്
എനിക്ക് ഒരു ഇഷ്ടക്കേടായിട്ടുള്ളത്, ദക്ഷിണ പറഞ്ഞു. മാഡം, ഷോട്ട് റെഡിയാണ് എന്ന് പറഞ്ഞ് ദയയെ അസിസ്റ്റന്റ് ഡയറക്ടർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴേക്കും ക്യാരവാനിൽ നിന്നും ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി. അയാൾ പുറത്തേക്കിറങ്ങിയതും അയാളെ കാണാൻ നിന്ന ആളുകളുടെ ഒച്ചപ്പാടും ബഹളവുമായിരുന്നു. എല്ലാവരും ശ്രീദേവ് എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നുണ്ട്. പുറത്തിറങ്ങി എല്ലാവരെയും ഒന്ന് കൈവീശി ചെറുപുഞ്ചിരി നൽകിക്കൊണ്ട് നടന്നു വരുന്ന ശ്രീദേവിനെ ദയ കണ്ടു. ഒന്ന് ചിരിച്ചു. ദയയെ കണ്ടതും ശ്രീദേവും ഒന്ന് പുഞ്ചിരിച്ചു. വീട്ടിൽ നിന്ന് ആയതുകൊണ്ടായിരിക്കും അല്ലേ നേരത്തെ വരുന്നത്? ശ്രീദേവിനോട് ദയ ചോദിച്ചു. അതിന് അവനൊന്ന് ചിരിച്ചതേയുള്ളൂ. എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസം, ഇഷ്ടപ്പെട്ടോ? ശ്രീദേവ് ദയയോട് ചോദിച്ചു. പിന്നെ അടിപൊളി സ്ഥലമാണ്, നല്ല ലക്ഷറി ഹോട്ടലാണ്, നന്നായിട്ടുണ്ട്, ദയ പറഞ്ഞു. മേഡം, അത് ശ്രീദേവ് സാറിൻ്റെയാണ്, ദയയുടെ അസിസ്റ്റന്റാണ് പറഞ്ഞത്. അതെയോ, ശ്രീദേവിൻ്റെയാണോ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ? ദയ ആകാംക്ഷയോടെ ചോദിച്ചു. അതിനും ശ്രീദേവ് അപ്പോഴും ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. അപ്പോഴേക്കും സെറ്റിൻ്റെ അടുത്തെത്തി. അപ്പോൾ സീൻ പറഞ്ഞു തന്നല്ലോ. ഇവിടെ വെച്ച് ശ്രീദേവ് ആദ്യമായിട്ട് ദയയെ കാണുന്നതാണ് സീൻ. ദയ കൂട്ടുകാരുടെ എല്ലാവരുടെയും ഒപ്പം ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ശ്രീദേവും കൂട്ടുകാരുടെ കൂടെ വന്നിരിക്കുന്നു. യാദൃച്ഛികമായി കാണുന്നു. ശ്രീദേവിന് ദയയെ കണ്ടപ്പോൾ എന്തോ ഒരു ചെറിയ സ്പാർക്ക് തോന്നുന്നു. കണ്ണിമ വെട്ടാതെ ദയയെ നോക്കി നിൽക്കുന്ന സീനാണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഡയറക്ടർ പറഞ്ഞു. ഓക്കെ, തുടങ്ങാം എന്ന് പറഞ്ഞ് ഡയറക്ടർ ആക്ഷൻ പറഞ്ഞതും അവർ അഭിനയം തുടങ്ങി. നന്നായി തന്നെ അവർ രണ്ടുപേരും പെർഫോം ചെയ്തു. പെട്ടെന്നാണ് അത് സ്ക്രീനിൽ നോക്കാൻ വേണ്ടി അവർ വന്ന് നിന്നപ്പോഴാണ് സാറേ അത് നോക്കി എന്ന് പറഞ്ഞ് ക്യാമറ അസിസ്റ്റന്റ് ക്യാമറാമാനെ വിളിക്കുന്നത് കേൾക്കുന്നത്. അദ്ദേഹം ക്യാമറ അസിസ്റ്റന്റ് നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നത് ക്യാമറയ്ക്ക് നേരെ നടന്നു വരുന്ന ഒരു പെൺകുട്ടിയാണ് എല്ലാവരും കാണുന്നത്. ലെമൺ യെല്ലോ അനാർക്കലി ഇട്ട് ചിരിയോടെ നടന്നു വരുന്ന ഒരു പെൺകുട്ടി. അവളുടെ പുറകെ വേറെ കുറച്ച് പെൺകുട്ടികൾ കൂടിയുണ്ട്. ആദ്യം പക്ഷേ അവളെയാണ് കാണുന്നത്. കാറ്റിൽ അനുസരണയില്ലാതെ പാറിപ്പറക്കുന്ന മുടിയും അത് മാടി ഒതുക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. അവൾ അവർക്ക് നേരെയാണ് നടന്നു വരുന്നത്. വാവ്, സൂപ്പർ, ഇതാണ് ശരിക്കും നമ്മൾ ഇപ്പോൾ ആഗ്രഹിച്ച ഷോട്ട്. ഡയറക്ടർ പറഞ്ഞതും എല്ലാവരും അവളെ തന്നെ നോക്കി നിന്നു. അപ്പോഴാണ് ദയ ആ പെൺകുട്ടിയെ നോക്കുന്നത്. ദക്ഷ, അവൾ ആ പേര് പറഞ്ഞതും അവളുടെ അടുത്ത് നിന്ന ശ്രീദേവ് അവളെ ഒന്ന് നോക്കി. പിന്നെ വീണ്ടും മുന്നിലേക്ക് നോക്കി. ദയയെ കണ്ടതും ദക്ഷ കൈവീശി കാണിച്ചു. ഇതെന്താടി എല്ലാവരും നമ്മളെ നോക്കുന്നത്? ഇനി പുറകിലെങ്ങനെ ക്യാമറയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകുട്ടി തിരിഞ്ഞു നോക്കി. എല്ലാവരും ചുറ്റുപാട് നോക്കി. ഇല്ലല്ലോ. അപ്പോഴേക്കും ദയ അവരുടെ അടുത്തേക്ക് നടന്നു. നിങ്ങളെന്താ ഈ വഴി? ദയ ചോദിച്ചു. അത് വണ്ടി അവിടെ നിർത്തി, അപ്പോൾ തണല് പിടിച്ചു വന്നതാ. എന്തൊരു വെയിലാ ഇവിടെ, ദക്ഷ പറഞ്ഞു. അയ്യോ ചേച്ചി, ഷോട്ടിലായിരുന്നോ? പെട്ടെന്ന് ദക്ഷ ചോദിച്ചു. ഇല്ല, ഷോട്ട് കഴിഞ്ഞു, ദയ പറഞ്ഞു. ദേ, ഇതാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് ദക്ഷ ദയയെ കാണിച്ചു കൊടുക്കാൻ പോയപ്പോഴാണ് അവളുടെ കൂടെ വന്ന ബാക്കിയുള്ളവർ എല്ലാവരും മുന്നിലേക്ക് വായും തുറന്ന് നോക്കി നിൽക്കുന്നത് കാണുന്നത്. അവർ നോക്കിയ ഭാഗത്തേക്ക് നോക്കിയ ദക്ഷ ശ്രീദേവിനെ കണ്ടു. വെറുതെയല്ല എല്ലാം വായും തുറന്ന് നിൽക്കുന്നത്, ഒന്ന് വായടച്ചു വെച്ച് നിൽക്കുന്നുണ്ടോ? ദക്ഷ ചോദിച്ചതും എല്ലാവരും അവളെ നോക്കി. നിനക്ക് സൗന്ദര്യബോധമില്ലാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? അപ്പോഴാണ് ദയയെ കാണുന്നത്. ഹായ് ചേച്ചി, അവർ എല്ലാവരും ഒരുപോലെ ദയയോട് പറഞ്ഞു. ഹായ് തിരിച്ച് ദയയും പറഞ്ഞു. ചേച്ചി, ഇതാണ് എൻ്റെ കൂട്ടുകാർ എന്ന് പറഞ്ഞ് ദക്ഷ പരിചയപ്പെടുത്തി കൊടുക്കാൻ പോയതും പരിചയപ്പെടുത്തലൊക്കെ പിന്നെയാകാം, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദയ ദക്ഷയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു. അവൾ അവരെ കൊണ്ട് ഡയറക്ടറെയും ശ്രീദേവും നിൽക്കുന്ന ഭാഗത്തേക്കാണ് വന്നത്. നിതിൻ സാർ, ഇത് എൻ്റെ അനിയത്തി ദക്ഷിണ, ഇവിടെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നു. ഇത് ദക്ഷയുടെ കൂട്ടുകാർ എന്ന് പറഞ്ഞ് ദയ അവരെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു, ഡയറക്ടർക്കും ശ്രീദേവിനും. ഇവര് വെക്കേഷനാണ്, അപ്പോൾ നമ്മുടെ ഷൂട്ട് കഴിയുമ്പോൾ എൻ്റെ കൂടെ നാട്ടിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, ദയ പറഞ്ഞു. എല്ലാവരും തങ്ങളെ നോക്കുന്നത് കണ്ടതും നിങ്ങൾ വർക്കിലല്ലേ, എന്നാ ഞങ്ങൾ കുറച്ച് മാറി നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ കൂട്ടുകാരെയും കൊണ്ട് മാറിപ്പോകാൻ പോയതും മോളെ ചേച്ചിയുടെ ക്യാരവാനിലേക്ക് പോയിരുന്നു, ദയ പറഞ്ഞു. വേണ്ട ചേച്ചി, ഞങ്ങൾ ഇവിടെ ഒന്ന് നടന്നു കാണാം എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും നടന്നു പോകുമ്പോൾ ശ്രീദേവ് നോക്കിയത് ദക്ഷയെ ആയിരുന്നു. അപ്പോൾ അടുത്ത ഷോട്ട് എടുക്കാം അല്ലേ? ഓക്കെ എന്ന് പറഞ്ഞ് അവർ അടുത്ത ഷോട്ട് എടുക്കാൻ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ശ്രീദേവിനെയും ദയയെയും നോക്കിക്കൊണ്ട് നടന്നു പോകുന്ന കൂട്ടുകാരെ നോക്കി ദക്ഷ സ്വയം തലക്കടിച്ചു. ബെസ്റ്റ് ആൾക്കാരെയും കൊണ്ടാ ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുന്നേ നടന്നു.
അവിടെയുള്ള ഒരു തണൽ മരത്തിന്റെ ചോട്ടിൽ പോയി അവിടെ ഇട്ടിരുന്ന ബെഞ്ചിൽ ഇരുന്നു. അതെ, വായി നോക്കി കഴിയുമ്പോൾ പതിയെ വന്നിരുന്നാ മതിയേ, ഞാൻ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് ദക്ഷ ഇരിക്കുന്നത്. എന്നാലും എൻ്റെ ദക്ഷ, ഇത്രയും അടുത്ത് ശ്രീദേവ് സാറിനെ കാണാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. എല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട്. അവരെല്ലാവരും ശ്രീദേവിനെ കണ്ട എക്സൈറ്റ്മെന്റിലാണ്. അപ്പോഴേക്കും അടുത്ത ഷോട്ട് അവിടെ എടുക്കുന്ന തിരക്കിലായിരുന്നു ദയ. ദക്ഷ, ഞങ്ങൾ ഷൂട്ടൊന്ന് കണ്ടിട്ട് വരട്ടെ, ശ്രാവണി ചോദിച്ചു. ആ ശ്രീദേവ് സാറിനെ വായി നോക്കാൻ പോവല്ലേ? പോയിക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. നീ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ നടന്നു പോകുന്നത് അവൾ കണ്ടു. അവൾ കുറച്ചു നേരം ഫോണിൽ പാട്ടൊക്കെ കേട്ട് ഇരുന്നു. ഇടയ്ക്ക് നോക്കുമ്പോൾ അവൾ എല്ലാവരും ദയയുടെയും ശ്രീദേവിൻ്റെയും റൊമാൻറ്റിക് സീൻ ഷൂട്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഹലോ എന്ന് ആരോ പറഞ്ഞപ്പോൾ മുഖമുയർത്തി നോക്കിയ ദക്ഷ മുന്നിൽ നിൽക്കുന്ന ആളെ ശ്രദ്ധിക്കുന്നത്. ഹായ്, ഇതാണ് നമ്മുടെ പുതിയ സ്റ്റോറി. സിനിമക്കുള്ളിലെ ഒരു കഥയാണ്. ഏകദേശം ഈ കഥയിലെ നായകനും നായികയും ആരാണെന്ന് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നല്ല റൊമാൻറ്റിക് സ്റ്റോറിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.